ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പം യൂട്യൂബിൽ ഒരു നല്ല സീഡ് നോക്കി പോയപ്പോഴാണ് ഈ ഒരു അടിപൊളി വില്ലേജൊക്കെ 2 വില്ലേജ് നടുവിലുള്ള വലിയൊരു സ്ഥലം കിട്ടി. അപ്പോൾ അത് തന്നെ ആക്കിക്കളാന്ന് വിചാരിച്ച്. ബേസിക്കലി ഇതൊരു മൾട്ടിപ്ലെയർ വേൾഡാണ്. അപ്പുറത്ത് വേറെ എടുത്തുണ്ട്. അതിന് ഒപ്പം ഓൺലൈനിൽ കയറിയില്ല. ഓനെന്തോ തിരക്കുണ്ടായിട്ട് ഓൻ വന്നില്ല. അപ്പോൾ ഇൻട്രോ പറയാൻ നാളെ ഉണ്ടാവും. അപ്പോൾ ഈ വേൾഡിൽ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബോർഡർ കിട്ടുകയാണ്. പറയാൻ പറ്റില്ല, ചങ്ങായിയാണെങ്കിലും ചെക്കനെ നാളെ പരിചയപ്പെടുത്തി തരാം. അപ്പോഴെങ്ങനെ മനസ്സിലാവും ചെക്കനെ എൻ്റെ പവർ എന്താണ്. പക്ഷെ ക്രിയേറ്റിവിറ്റിൻ്റെ കാര്യത്തിൽ ഓനാണ് വിഷയം. അതോൻ്റെ സ്ഥലം, ഇത് മൊത്തൻ്റെ സ്ഥലം. അങ്ങനെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. ഇത് ഈ ഈ സീരീസ് പേര് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ വേൾഡിന് പേര് വെച്ചില്ല. അറ്റ്ലാന്റ എന്ന് ഇട്ടാലാണ് അല്ലെങ്കിൽ ദ ലോസ്റ്റ് സിറ്റി. അറ്റ്ലാന്റ എന്നിട്ടല്ലേ കറക്റ്റ് ചതുരത്തിലാണ്. വേൾഡ് അടിപൊളിയാണ്. ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇന്നിപ്പോൾ ഒന്നും ചെയ്യാനുണ്ടോ വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ശരിക്കും വേൾഡ് തുടങ്ങുമ്പോൾ എടുത്ത വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഗവൺമെൻറ് അത് ഓഡിയോ റെഡി ആയില്ല. പിന്നെ ഡബ് ചെയ്യുമ്പോഴത്തേ വൃത്തികേടാവും. പിന്നെ അതുകൊണ്ട് അത് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോൺ ശേഖരിച്ച് ആ മതിലൊന്ന് ഫില്ലാക്കാം. അത്ര ഇന്നത്തെ ഇതിലുള്ളൂ. കാരണം ഓനും കൂടി വരാണ്ട് ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടാണ്. അപ്പം അത് കുറച്ച് സ്റ്റോൺ പോയി മൈൻ ചെയ്യാം. സ്റ്റോൺ വളരെ 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 അത്യാവശ്യമായ സാധനമാണ്. ഒരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ വേൾഡിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അയൺ ഫാം എവിടെ ഉണ്ടാക്കും? ഇത് അയൺ ഫാമിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണെങ്കിൽ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജ് 200 ബ്ലോക്ക് ദൂരത്താണെങ്കിൽ 200 200 തോന്നുന്നു. ഇതിൻ്റെ ഓർമ്മ റെഡിയാണ്. ആ ദൂരത്താണെങ്കിൽ മാത്രമേ അയൺ ഫാം വർക്കാവുള്ളൂ. പക്ഷെ ഇവിടുന്ന് വില്ലേജറിനെ പുറത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ എങ്ങനെ കൊണ്ടുപോകും? ഇത് കണ്ടോ, ചുറ്റും ഒരു മലയാണ്. പക്ഷെ ഒരു ചെറിയ വഴി ഞാൻ കാണിച്ചത്. അത് ആ വഴിയൊന്നും ഇപ്പോൾ സെറ്റപ്പാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ലൊരു വിജയമായിരിക്കും. ട്രാൻസ്പോർട്ടിങ്ങിന് സുഖമായിരിക്കും. പിന്നെ ഞാൻ കുറേ വില്ലേജേഴ്സിനെ അവിടെ പൂട്ടിയിട്ടുണ്ട്. ഐറ്റങ്ങൾ എന്തിനാ വെറുതെ സോമ്പിലെ കൈനെ അടിച്ചിട്ടാണ്. അപ്പം ഞാൻ തന്നെ പൂട്ടിയിട്ടൊരു വഴി ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഒരു വഴിയുണ്ട്. എനിക്ക് കറക്റ്റോ ഇതാണെന്നാണ് തോന്നുന്നത്. ഇത് പുറത്തേക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു തന്നെ ഇതാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി. ആകെയുള്ള ഒരു വഴി. ഇതല്ലാണ്ട് ഒരു വഴി ഞാൻ കാണില്ല. കേവ് താഴത്തെ കുറേ ഉണ്ട് തോന്നുന്നു. ഞാൻ നോക്കിയില്ല, അധികം എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. വന്നപ്പോൾ തന്നെ കുറച്ച് ഫുഡൊക്കെ ഗ്യാദർ ചെയ്തു. എൻ്റെ പരിപാടിയുണ്ട്. ഓനവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നു. ഇപ്പോഴല്ല കേട്ടോ, നേരത്തെ. ഇനി ഓൻ വരണം. ഓൻ ചിലപ്പോൾ രാത്രി ഉണ്ടാവും. അതുപോലെ എനിക്ക് പറയാൻ പറ്റില്ല. അവൻ്റെ കാര്യമാണ്, ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതങ്ങനെ പാവാണ്. എന്തായാലും ഇപ്പം നമുക്ക് ആദ്യം കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്ത്, അപ്പോൾ 2 സ്റ്റോൺ മൈൻ ചെയ്തിട്ട് വേണം. അപ്പോൾ ഈ ഭാഗം കുറച്ച് ബോറിങ് ആയിരിക്കും. ഇത് മൈൻ ചെയ്യുന്ന കണ്ട് വെച്ചിട്ട് ഒരു ഇതുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മൈൻ ചെയ്ത് ഒരു 1.5-2 സ്റ്റാക്ക് ആകുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ നമ്മൾ സ്റ്റോണൊക്കെ കളക്ട് ചെയ്ത് എത്തുമ്പോഴത്തേക്കും രാത്രി 2 സ്റ്റാക്കും 1 സ്റ്റോണും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയിട്ട് ആ മതിലൊന്ന് ഫില്ല് ചെയ്യുക. വീടൊക്കെ ഉണ്ടാക്കണേ, വീട് ഉണ്ടാക്കണോ കൊട്ടാരം ഉണ്ടാക്കണോ ഇതിലാണ്. കാരണം എന്താ വെച്ചാൽ ഈ എൻ്റെ ബോർഡറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു ഗുമ്മില്ലല്ലോ. അപ്പം അതുകൊണ്ട് കൊട്ടാരമാണ് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ കാര്യമാണ് പ്ലാൻ ചെയ്യുന്ന കൊട്ടാരവും ഉണ്ടാക്കുന്ന പെട്ടിക്കൂടും. ഞാനത്ര പോകുന്നില്ല, ഇതൊന്ന് കംപ്ലീറ്റ്. ഇത് ചടഞ്ഞ പരിപാടിയാണ്. ഒന്ന് അവിടെ വരികയും ചെയ്യും. അപ്പം അതൊന്ന് ഫാസ്റ്റ് ആയിക്കണം. ഇത്ര കിട്ടി, ബാക്കി കുഴപ്പമില്ല. ബാക്കി ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പോൾ ഈ ഈ സീഡ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അറിയുന്ന പോലെ തന്നെ. പിന്നെ മൈൻക്രാഫ്റ്റ് ആണോ ഫ്രീ ഫയർ ആണോ താല്പര്യം എന്ന് പറയാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.